ഞങ്ങളിപ്പോൾ ഊട്ടിയിലുള്ളത്. തണുപ്പ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഗൈസ്, ഒടുക്കത്തെ തണുപ്പാണ് ഗൈസ്. എത്ര പൊതുപ്പെന്നറിയോ? 1 2 3 പിന്നെ ഉള്ളത് ബ്ലാങ്കറ്റ് കണ്ടോ, പുതച്ച് കിടക്കുകയാണ്. കൊച്ചു കള്ളി കണ്ണുണ്ടോ? ചിരിക്കും തന്നെ, ചിരിക്കരി തന്നെ. കണ്ട ഗൈസ്, കണ്ടെൻ്റെ കുഞ്ഞിനെ ഞങ്ങൾക്ക് നമ്മുടെ ചുരുണ്ട് കിടക്കുക കേട്ടോ. അത്രയ്ക്ക് തണുപ്പാണ്. ഞാൻ പൈപ്പ് തുറന്നിട്ടിരിക്കണം ഹോട്ട് വാട്ടർ ഇട്ടാൻ വേണ്ടിയിട്ട്. പുറത്ത് കാണിച്ച കേട്ടോ, പുറം ഭയങ്കര ഗൈസ്. പുറം എന്നറിയാണ്ടല്ലോ, അങ്ങോട്ട് നോക്കുമ്പോൾ വെയിലൊക്കെയാണ്. ഇവിടെ അധികം വ്യൂസ് ആയിട്ടൊന്നുമില്ല, പക്ഷെ എന്നാലും നല്ല രസമാട്ടോ. രാവിലെ ഉണ്ടല്ലോ ഭയങ്കര തണുപ്പെന്ന് വെച്ചാൽ നല്ല തണുപ്പാണ്. ചെറിയൊരു വെയിലുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു ആശ്വാസം എന്ന് പറയാം. അപ്പോൾ ഒന്ന് പുറത്തിറങ്ങി കുറച്ച് നേരം നിൽക്കും, നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളെ നാട്ടിലൊക്കെ എന്തൊരു വെയിലല്ലേ, എന്നാൽ വെയിലും ചൂടായാലും മിക്കപ്പുറത്തില്ല. ഇവിടെ വന്നാലാണെങ്കിൽ തണുപ്പാണെങ്കിൽ അത് സഹിക്കാനും പറ്റില്ല. ഞങ്ങൾ ഒരു പെട്ടെന്നുണ്ടായ പ്ലാനാണ് ഊട്ടിയിലേക്ക് പോകാമെന്നുള്ളത്. കുറേ ഇങ്ങനെ ചടച്ചപ്പോൾ അങ്ങനെ പോകാമെന്നുള്ളതിൽ അങ്ങനെ ഇറങ്ങിയതാട്ടോ. എന്നോ ഇങ്ങനെ പോവാന്ന് വിചാരിക്കും, അതുകൊണ്ട് നടക്കുന്നില്ല കേട്ടോ. പിന്നെ ഇതാട്ടോ നമ്മൾ താമസിക്കുന്ന റൂം, 2nd ഫ്ലോറിലാണ്. താഴത്ത് റൂമൊക്കെ ഉണ്ട്, 2-3 റൂം താഴത്തുണ്ട്. അപ്പോൾ ഇതാണ് മുമ്പ് ഇരിക്കാൻ മോൾ നല്ല തണുത്ത് വരച്ചുകൊണ്ട് നിൽക്കുന്നത് അമ്പലത്തിലോട്ടായിരിക്കും. ഞങ്ങളുടെ കോട്ടേജ്. അതെ, ഇരിക്കാനാ. ഡ്രസ്സൊക്കെ മാറ്റാണ്. മേല് കഴുകി തണുപ്പൊന്നുമില്ല. ഞാൻ ചൂടുവെള്ളത്തിൽ മേലൊന്ന് കൈ കൊടുത്തതാ. സ്വെറ്റർ ഇട്ടിട്ടോ, അല്ല റോംബറിട്ടെ. എനിക്കൊരു ഇട്ടെടുക്കട്ടെ, അല്ലെങ്കിൽ പൊരിഞ്ഞ തണുപ്പാണ്. ഒരു റോംബറും കൂടി ഇട്ടെടുക്കട്ടെ കേട്ടോ. കുറേ റോംബർ എടുത്തിട്ടുണ്ടായാലും റോംബർ ഈസ് മുഖ്യം. തേമി എങ്ങനത്തെ സ്വെറ്റർ ഉണ്ട് കണ്ടോ? എല്ലാ സ്വെറ്ററും ഉണ്ട് എൻ്റെ പൊന്നു. ഇതുകൂടാ മുത്തേ, തണുപ്പല്ലേ പൊന്നെ. 2 ഇട്ട് കൊടുക്കാം. അങ്ങനെ ഫൈനൽ ടച്ചപ്പിലാണ്. എത്ര റോംബറാണ്, നല്ല തണുപ്പോട്ടെ അവിടെ. ഓക്കെ അല്ലേ? നീ പെർഫെക്റ്റ് ഓക്കെ അല്ലേ? നിങ്ങൾ കുളിക്കുന്നില്ല? ഊട്ടിയിൽ വന്നിട്ട് തണുത്തിട്ട് കുളിക്കുന്നില്ല. എന്നാ ഞാൻ പോയി കുളിച്ചു തരാം കേട്ടോ. കുളിച്ചു വരേ. ഓ ഇതാ കുളിക്കൂലെന്ന് പറഞ്ഞാൽ അവസാനം കുളിക്കുകയും മാറ്റിയൊക്കെ ചെയ്ത്. വലിയ തണുപ്പൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഒരു 8 മണിയായപ്പോൾ ഗൈസ് ഞങ്ങൾ ഇന്നലെ എത്തി കേട്ടോ. ഇന്നലെ ഒരു 6 മണിയായിരിക്കും ഇവിടെ എത്തിയപ്പോൾ. പിന്നെ എങ്ങോട്ടും പോയില്ല. അപ്പം എന്നാൽ എങ്ങോട്ടേലൊക്കെ പോകാമെന്ന് വിചാരിച്ച് അപ്പം മോൾക്ക് കുറുക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ സെറ്റാക്കാം കേട്ടോ. വെള്ളമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. ഞാനൊക്കെ സെറ്റായിട്ടുണ്ട്. 2 പാൻ്റൊക്കെ ഇട്ട്, കാരണം അത്രയ്ക്ക് തണുപ്പാണ്. കാരണം 2 പാൻ്റൊക്കെ ഇട്ട് ഡ്രസ്സൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി മോക്കുള്ള കുറുക്കൊക്കെ സെറ്റാക്കിയിട്ട് മോക്കുള്ള പാത്രത്തിലാക്കിട്ടേ ഞാൻ മോക്ക് കുറുക്ക് ഉണ്ടാക്കാം കേട്ടോ. പൊടി എടുത്തിട്ടുണ്ട്. ഇനി വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇതെടുക്കാൻ മറന്നു ഞങ്ങളോട്, പാത്രം. നന്നായി മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ഒന്ന് കുന്നങ്കായപ്പൊടി എന്നിട്ട് ഒന്ന് അരിക്കുക. അരപ്പയില് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടേ. ഗ്ലാസ് എടുക്കാൻ മറന്നത് തരണം. അങ്ങനെ എന്താണ് കൈ തണുക്കും മോളെ. ഇനി കൈ മറിച്ച് പ്രശ്ന. എന്നിട്ട് അതന്നെ അച്ചുണ്ടാക്കണേ. അച്ചോളി ഇളക്കണം കട്ടായി പോയി. ഓ കുറുക്ക് റെഡി ഗൈസ്. ഈ ഒരു പാത്രമായിട്ട് നല്ല ഉപകാരം കേട്ടോ ഈ ഒരു സാധനം, ഗ്യാസ്. കാരണം കുഞ്ഞുങ്ങളെ ഫുഡൊക്കെ നമുക്ക് എവിടെ പോയിട്ടാക്കി കൊണ്ടുപോകാം അല്ലേ. മോക്കുള്ള ഫുഡുമായിട്ട് നേരെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിട്ടോ. രാവിലത്തെ ചായ ഇതുവരെ കുടിച്ചില്ല. 10 മണിയായിട്ടുണ്ട് കേട്ടോ. നേരത്തെ തന്നെ തലശ്ശേരി ഹോട്ടലിലായിരുന്നേ കയറിയിട്ടുണ്ടായിരുന്ന റെസ്റ്റോറൻറ്റിൽ. അവിടെ നല്ല
അടിപൊളി നെയ് റോസ്റ്റ് കഴിച്ച് അടിപൊളിയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. സാമ്പാറൊന്നും ഒരു രക്ഷയില്ല, സൂപ്പറായിരുന്നു. പിന്നെ അവിടെ കുറേ മലയാളികളുണ്ട് കേട്ടോ ഫുഡ് കഴിക്കാൻ. പിന്നെ ചായയും കുടിച്ച് ഊട്ടിയിൽ വന്നാൽ പിന്നെ ചായ കുടിച്ചില്ലെങ്കിൽ പിന്നെ എന്താ പറയുക, ഊട്ടിത്തെ ചായ ഒരു രക്ഷയല്ല കേട്ടോ, മസ്റ്റ് ട്രൈ ആണേ. ബംഗാളി ആപ്കാ ബംഗാളി കിധർ കൈസേ ഹേ? ഊട്ടിത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അടുത്തടുത്തായിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള വീടുകളാണ്. കുറച്ചടുത്തായിട്ട് വീട്, പിന്നെ കുറച്ചായിട്ട് കൃഷി, പിന്നെ ഒരു ഭാഗത്തായിട്ട് വീട്, അങ്ങനെയാണല്ലോ. പിന്നെ ഞങ്ങൾ നേരെ വന്നിട്ടുള്ളത് ഡോഡംപേട്ട പീക്കിലേക്കാട്ടോ. അങ്ങനെ ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ടല്ലോ, ജസ്റ്റ് അങ്ങോട്ടേക്ക് വന്ന് അവിടെ കയറി കാണുകയൊക്കെ ചെയ്ത് രസമാണ് ഇങ്ങനെയൊക്കെ വന്ന് കാണാനൊക്കെ കേട്ടോ. പ്രത്യേകിച്ച് കാണാൻ എന്തുണ്ടോയെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ഓരോ കാഴ്ചകളും വ്യൂ പോയിന്റും അങ്ങനെയൊക്കെ കാണാൻ അത്ര. പക്ഷേ ഇവിടെ നിന്നൊക്കെ ഉണ്ടല്ലോ, നമ്മൾ എത്ര നടന്നാലും ടയേർഡ് ആവില്ല. കാരണം നല്ലൊരു തണുപ്പും ചെറിയൊരു കാറ്റും വെയിലൊക്കെ ആയതുകൊണ്ട്. നമ്മളെ നാട്ടിൽ നിന്നൊക്കെയാണ് നടക്കുന്നത് വെച്ചാൽ നമ്മൾ വേഗം ടയേർഡാവും വെയിൽ കൊണ്ടില്ലേ. അങ്ങനെ കുറച്ച് അവിടെ ഇരുന്ന് നമുക്ക് ഫുഡെല്ലാം കൊടുത്തിട്ടോ. ഇതാ ഗൈസ് ഊട്ടി ഫ്ലവർ. ഇത് 6 മാസം നിൽക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഞാനൊന്ന് വാങ്ങിയിട്ട് 20 രൂപ കൊടുത്ത് ഞാൻ ഊട്ടി ഫ്ലവർ വാങ്ങിയാലാട്ടോ. പിന്നെ പോണ വൈമേലൊക്കെ ഊട്ടി ഫ്ലവർ കണ്ടത്. കുറേയൊക്കെ ഞാൻ പറിച്ചെടുത്ത്. പിന്നെ ഞങ്ങൾ ടീ ഫാക്ടറി കയറി. 2 ടീ ഫാക്ടറി ഉണ്ടല്ലോ, ബെഞ്ച് മാർക്കും പിന്നെ അതിൻ്റെ അപ്പുറത്തും. അങ്ങനെ ടീ ഫാക്ടറി കയറി ചായ കുടിച്ച് ചോക്ലേറ്റ് ഫാക്ടറിയും കണ്ട് പിന്നെ ടീയൊക്കെ വാങ്ങി നേരെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ. ചോറൊന്നാന്ന് വിചാരിച്ചത്, പക്ഷേ ചോറ് തീർന്നു. ചോറില്ല. പിന്നെ ഇറങ്ങി പോകണം. സമയം 3 മണിയായി. പിന്നെ ചോറിട്ടാണ് പിന്നെയാണ് ഒന്നും അങ്ങനെ ഏട്ടും പോയിട്ടൊന്നുമില്ല. ജസ്റ്റ് ടീ ഫാക്ടറി, ചോക്ലേറ്റ് ഫാക്ടറി, അങ്ങനെ കയറി കുറച്ച് ചായപ്പൊടിയൊക്കെ വാങ്ങി. അല്ല, ഊട്ടിയിലെ ഒട്ടുമിക്ക സ്ഥലം നമ്മൾ കണ്ടതാണ്. മുൻപ് ഞങ്ങൾ പിന്നെ കാണാത്തത് കാണുക എന്നുള്ളൂ. അതുകൊണ്ട് കാണാത്തോടെ പോയി. ഇവളും ടയേർഡ് ആക്കി. അപ്പം ഞാൻ റൂമിലേക്ക് തിരിച്ച് പോവുകയാണ് ഫുഡ് കഴിച്ചിട്ട്. സോ അപ്പം ഫുഡ് കഴിക്കട്ടെ. ഞങ്ങൾ റൂമിലെത്തിട്ടോ ഗൈസ്. അപ്പോൾ ഇക്കാരാ നോക്കുന്നറിയാം, കുരങ്ങനൊക്കെ ഉണ്ട്. നല്ല തണുപ്പുണ്ട് കേട്ടോ, തണുത്ത കാറ്റ്. മോളുറങ്ങുക. മറ്റേ പശുക്കളെ മേയ്ക്കുന്നതും എന്താ കാറ്റിങ്ങനെ വീശുന്നല്ലേ സഹിക്കാത്ത. അതാ ചെറിയ വെള്ളം ഒഴുകുന്നുണ്ട്. കുരങ്ങനെ കാണിച്ചു തരാം. കണ്ടോ വേറൊരു കുരങ്ങ്. ഞങ്ങൾ റൂമിലെത്തി. യാമിമോള് നല്ല ഉറക്കാട്ടോ. ഇപ്പം ഞാൻ ഉറക്കിയിട്ടേ ഉള്ളൂ. ഇതുവരെ കളിയൊക്കെ തന്നെ ആയിരുന്നു. നമ്മൾ നമ്മളെ സാധനങ്ങളൊക്കെ ചെറുപറയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ. ആക്ച്വലി ഇതായിക്കാം പുറത്ത് കുരങ്ങന്മാരൊക്കെ ഉണ്ട്, ഓടി കളിക്കുന്നുണ്ട്. ഞാൻ കുരങ്ങന്മാരെ കാണിച്ചത് ഞാനല്ല കേട്ടോ, ഇത് വലിയ കുരങ്ങൻ. ഞങ്ങൾ വീട്ടിലൊക്കെ റൂമിലൊക്കെ എത്തി. ഫുഡൊക്കെ കഴിച്ച് മോളുറങ്ങുന്നുണ്ട്. ഇപ്പം ഈവനിങ് ആയിട്ടുണ്ട്. നല്ല ഇളം കാറ്റൊക്കെ ഉണ്ട്. ഇളം കാറ്റൊക്കെ ഇങ്ങനെ വീശുന്നത്. കുരങ്ങന്മാർക്കും ഉണ്ട് കേട്ടോ. എന്താണ് ഇതൊക്കെ ഊട്ടിയിലല്ല മറ്റേ കാശ്മീരിലെ മറ്റേ ഇതില്ലേ, എന്താ പറയാ, പഹൽഗാമോ മറ്റേ സംഭവം. അതിന്റെ ചെറിയൊരു ടച്ച് പെഹൽഗാം മിനി എന്തോന്ന് പറയല്ലേ, മിനി സ്വിറ്റ്സർലാൻഡ്. അതുപോലെ എനിക്ക് തോന്നുക. നമുക്ക് അതായ കൃഷിക്കൊക്കെ വെള്ളം ഒഴിച്ചൊക്കെ ഉണ്ടോ? അവിടെ കൃഷിയുണ്ട്. ഇവിടെ കൂടുതലും വെളുത്തുള്ളി കേട്ടോ, അല്ലേ? നമ്മളെന്നാലും ചോദിച്ചേ, കൂടുതലും വെളുത്തുള്ളി അല്ലേ. ഈവനിങ് കഴിക്കാൻ മാഗി ഉണ്ടാക്കാം. ചൂടത്ത് മാഗി അടിപൊളിയായിരിക്കില്ലേ. അപ്പോൾ മാഗിയൊക്കെ തന്ന് ഇങ്ങനെ കഥ പറഞ്ഞ് പുറത്തിരിക്കാനൊന്നും പറ്റിയില്ല. കാരണം എന്താ അറിയോ, നല്ല തണുപ്പാണ്. ഇപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഞങ്ങളുടെ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം എന്തായാലും ഗൈസ്, ഇനി ഞങ്ങൾ ഷോർട്ടായിട്ട് മാക്സിമം വീഡിയോ പോസ്റ്റ് ചെയ്യുക. കാരണം ലെങ്ത്തായിട്ട് ഇടാൻ ഇങ്ങനെ ടൈം കിട്ടുന്നില്ല എഡിറ്റ് ചെയ്യാനല്ലേ. ഫുൾ ബിസി ആയിട്ട് ചെറിയൊരു തോടൊക്കെ ഓടുന്നുണ്ട്. ഈ വഴി ഉണ്ടായിരുന്നു. എങ്ങനെ പോയി കൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ പോകാൻ